നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. വ്യാജ സബ്സ്ക്രിപ്ഷനുകളെല്ലാം നിരീക്ഷണത്തിൽ. പ്രതിമാസം വലിയ തുക വരിസംഖ്യ നൽകി കാണാൻ കഴിയുന്ന പേ ചാനലുകൾ അനധികൃത സ്ട്രീമിംഗ് നടത്തിയെന്ന കേസിൽ ലണ്ടനിലെ ഹാലിഫാക്സ് നിവാസിയായ യുവാവിന് 2 വർഷത്തെ ജയിൽ ശിക്ഷ. മുൻപ് ഹാലിഫാക്സ് ബാങ്കിലടക്കം ജോലി ചെയ്തിട്ടുള്ള IT വിദഗ്ധനായ ഇയാൾ 1.5 വർഷം കൊണ്ട് ചാനൽ കമ്പനികൾക്ക് ലഭിക്കേണ്ട 1 ലക്ഷം പൗണ്ടിലേറെ വരുന്ന പണം സ്വന്തം അനധികൃത ഇടപാടിൽ വരുമാനമാക്കി മാറ്റിയെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മലയാളം ചാനലുകൾ ഉൾപ്പെടെ പണം നൽകി കാണേണ്ട ഒട്ടേറെ TV ചാനലുകൾ മലയാളികൾക്ക് ഇത്തരത്തിൽ അനധികൃതമായി വിതരണം ചെയ്യുന്നവർ അടുത്തിടെയായി UK-യിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തുവരുമ്പോൾ തന്നെയാണ് സണ്ണിക്കാണ്ട് എന്ന യുവാവിനെ ശിക്ഷിച്ച വിവരവും പുറത്തുവരുന്നത്. മലയാളികൾക്കിടയിൽ തങ്ങൾ നൽകുന്ന സേവനം നിയമപരമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മിക്കവരും ഈ അനധികൃത ബിസിനസ് ചെയ്യുന്നത്. പ്രതിമാസം 8 പൗണ്ട് മുതലുള്ള ചാനൽ സബ്സ്ക്രിപ്ഷനുകൾ പേ ചാനലുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് അനുസരിച്ച് പ്രതിമാസ വരിസംഖ്യയും ഉയരും. മലയാളികൾക്കിടയിൽ മത്സരം മൂത്തപ്പോൾ ആദ്യം 3 മാസം സൗജന്യമായിട്ടാണ് നൽകാറുള്ളത്. ഇടപാടുകാർ നിയമലംഘനം അറിയുന്നുമില്ല. TV ലൈസൻസിന് നൽകുന്ന പണം പോലും ആവശ്യമായി വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാജ ചാനൽ വിതരണക്കാർ മലയാളി സമൂഹത്തിൽ ഇടപാടുകാരെ കണ്ടെത്തുന്നത്. സിനിമകളും സ്പോർട്സ് ചാനലുകളും എക്സ്ക്ലൂസീവായി കാണാം എന്ന നേട്ടമുള്ളതിനാൽ കാര്യമായ പരസ്യം പോലും ഇല്ലാതെ ഇടപാടുകാരെയും സ്വന്തമാക്കാനാകും. കൂടുതൽ ഇടപാടുകാരെ കണ്ടെത്താൻ 10,000-ലേറെ അംഗങ്ങളുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും പ്രാദേശിക മലയാളി സംഘടനകളുടെ ഗ്രൂപ്പുകളിലും ഒക്കെ സൗജന്യ പരസ്യത്തിന് ഇടം കണ്ടെത്തിയാണ് വരിക്കാരെ സ്വന്തമാക്കുന്നത്. അതേസമയം ചാനൽ നിർമ്മാണ കമ്പനികളുടെ നിരീക്ഷണത്തിൽ ഉൾപ്പെട്ടാൽ ഇത്തരം വ്യാജ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ട സോഷ്യൽ മീഡിയ പേജുകളും ഗ്രൂപ്പുകളും ഒക്കെ നിയമക്കുരുക്കിൽപ്പെടാനുള്ള സാധ്യതയും തള്ളാനാകില്ല. തങ്ങൾ നൽകുന്നത് വ്യാജ സേവനമല്ല എന്ന് വിശ്വസിപ്പിക്കാനും ഇക്കൂട്ടർക്ക് സാധിക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രിപ്ഷൻ സ്വന്തമാക്കാനുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ വരിക്കാരെ കൊണ്ട് തന്നെ ഓൺലൈൻ വഴി വാങ്ങിപ്പിക്കുന്ന വ്യാജ കച്ചവടക്കാർ നിയമത്തിന് മുന്നിൽപ്പെട്ടാലും എങ്ങനെയെങ്കിലും ഊരാനുള്ള മുൻകൂർ വഴി ഒരുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഏതാനും വർഷം മുൻപ് ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ബ്രിട്ടനിൽ ശക്തമായ നിയമ നടപടികൾ ഉണ്ടായിരുന്നത് കോവിഡ് വ്യാപനശേഷം ഇല്ലാതായതാണ് വ്യാജ കച്ചവടക്കാർ വീണ്ടും ഇറങ്ങാനിടയായത്. എന്നാൽ ഇത്തരക്കാരുടെ സാന്നിധ്യം ഏറിയത് ശ്രദ്ധയിൽപ്പെട്ട ഔദ്യോഗിക വിതരണക്കാർ പോലീസ് നടപടികൾ ശക്തമാക്കാൻ പരാതികളുമായി രംഗത്തിറങ്ങിയതാണ് ഇപ്പോൾ സണ്ണിക്കാണ്ടയെ ജയിലിൽ എത്തിച്ചിരിക്കുന്നത്. ഇയാൾ മലയാളി സമൂഹത്തിൽ ചാനലുകൾ വിതരണം നടത്തിയിരുന്നോ എന്ന് വ്യക്തമല്ല. മുതൽമുടക്കില്ലാത്ത ബിസിനസ് വ്യാജമാണെങ്കിലും നിയമക്കുരുക്കിൽ പെടാനുള്ള സാധ്യതയും കുറവ്. കാര്യമായ മുതൽമുടക്കില്ലാത്ത പ്രതിമാസം നല്ലൊരു തുക ടാക്സ് പോലും നൽകാതെ കയ്യിലെത്തുമെന്നാണ് നിയമലംഘനത്തിന് ഈ കച്ചവടത്തിൽ ഇറങ്ങുന്നവരെ പ്രേരിപ്പിക്കുന്നത്. അല്പം സാങ്കേതിക പരിജ്ഞാനം കൈവശമുണ്ടെങ്കിൽ ആർക്കും ഇറങ്ങാവുന്ന മേഖലയാണെന്നത് നൂറുകണക്കിന് ആളുകളെ ഈ രംഗത്ത് എത്തിച്ചിരിക്കുകയാണ്. ചാനൽ കാഴ്ചക്കാരായി മലയാളി സമൂഹത്തിൽ ചെറുപ്പക്കാരുടെ എണ്ണം കൂടിയതും വ്യാജന്മാർ ഇറങ്ങുന്നതിന് കാരണമായി. ഒരേ സ്ഥലത്ത് തന്നെ 4-5 വ്യാജ ചാനൽ വിതരണക്കാരുടെ സാന്നിധ്യവും ഇപ്പോൾ ഏറിയിരിക്കുകയാണ്. TV ഫയർ സ്റ്റിക്കുകൾ അനധികൃതമായി വിൽപ്പന നടത്തിയെന്ന കുറ്റത്തിനാണ് ഇപ്പോൾ സണ്ണിക്കാണ്ടയെ ശിക്ഷിച്ചിരിക്കുന്നത്. കോവിഡ് വ്യാപനം ശക്തമായിരുന്ന കാലത്ത് ജനങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നപ്പോൾ വരിക്കാരെ കണ്ടെത്തുക കൂടുതൽ എളുപ്പമായിരുന്നു. 2020 മുതൽ 2022 വരെയുള്ള സമയത്താണ് ഇയാൾ വ്യാജ ചാനൽ കച്ചവടത്തിന് ഇറങ്ങിയത് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ 3,900 പേർക്കെങ്കിലും വ്യാജ ചാനൽ കച്ചവടം നടത്തിയെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഫേസ്ബുക്ക് വഴിയാണ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ മലയാളികളെ തേടിയെത്തുന്ന പരസ്യങ്ങളും പ്രധാനമായും ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വഴി തന്നെയാണ്. വ്യാജ ഫേസ്ബുക്ക് ഐഡികളിൽ നിന്നെത്തുന്ന പരസ്യങ്ങൾ പറയുന്നത് നിയമപരമായി അംഗീകാരമുണ്ടെന്ന തെറ്റായ വിവരവുമാണ്. പുതിയ മലയാള സിനിമകൾ വരെ ഇത്തരം വ്യാജ സബ്സ്ക്രിപ്ഷനിൽ ലഭ്യമാണെന്നതും നിയമ നടപടി ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ ജയിലിലായ സണ്ണി BT സ്പോർട്സ്, സ്കൈ നെറ്റ്വർക്ക്, നെറ്റ്ഫ്ലിക്സ്, ഡിസ്നി പ്ലസ് എന്നിവയൊക്കെ കാണാനുള്ള വ്യാജ സ്റ്റിക്കുകളാണ് വിൽപ്പന നടത്തിയിരുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ കുറ്റവാളിയാണെന്ന് യോർക്ക് കൗണ്ട് കോടതി കണ്ടെത്തിയ ഇയാളെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ശിക്ഷിച്ചത്. ചാനൽ വിൽപ്പന തട്ടിപ്പ്, കോപ്പിറൈറ്റ് ലംഘനം, ദുരൂഹമായ ബാങ്ക് ഇടപാടുകൾ എന്നീ കേസുകളാണ് ഇയാൾക്കെതിരെ കോടതിയിലെത്തിയത്. ഇയാൾക്കെതിരെയുള്ള സാമ്പത്തിക കുറ്റകൃത്യം സംബന്ധിച്ച് കേസ് തുടരും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇത്തരക്കാരെ രഹസ്യമായി നിരീക്ഷിക്കുന്ന ഏജൻസികൾ ഇതോടെ പ്രവർത്തനം ശക്തമാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രധാനമായും ഫേസ്ബുക്ക് വഴി എത്തുന്ന പരസ്യങ്ങളാണ് ഇപ്പോൾ നിരീക്ഷണ വിധേയമാക്കുന്നത്. ഇത്തരക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ജനങ്ങൾ സ്വമേധയാ തയ്യാറാകണമെന്നും അന്വേഷണ ഏജൻസികൾ അഭ്യർത്ഥിക്കുന്നു. ഡേറ്റാ മോഷണം എന്ന പേരിൽ ഇത്തരം ചാനലുകൾ കാണുന്നവർക്കെതിരെയും കേസെടുക്കാൻ കഴിയുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തീവ്രവാദ ഉൾപ്പെടെയുള്ള രംഗത്തേക്കാണ് ഇത്തരം അനധികൃത പണമിടപാട് ചെന്നെത്തുന്നതെന്നതിനാൽ ഒരിക്കൽ കേസിലകപ്പെട്ടാൽ കുരുക്കഴിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചോദ്യങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.